എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എന്റെ പേര് അൻസഫ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ലോക പ്രശസ്തമായ ഒരു നോവലാണ്. ഇത് എഴുതിയിരിക്കുന്ന അമേരിക്കൻ എഴുത്തുകാരിയായ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ്. ഇതിന്റെ മലയാള പരിഭാഷയാണ് എന്റെ ഈ കയ്യിലുള്ള ഈ പുസ്തകം. ഇത് തയ്യാറാക്കിയിരിക്കുന്ന RSI ആണ്. അങ്കിൾ ടോമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അദ്ദേഹം നല്ല മനസ്സുള്ള ഒരു അടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ യജമാനന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹം വേറൊരാൾക്ക് അങ്കിൾ ടോംസിനെ വിറ്റു. അതുപോലെ പല യജമാനന്മാരുടെ കൈകളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു. അങ്കിൾ ടോം പല കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ട് ആരെയും വെറുക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവസാനം ക്രൂരനായ ഒരു യജമാനന്റെ കയ്യിൽ പീഡനം സഹിച്ച് അദ്ദേഹം മരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും സ്നേഹവും ധൈര്യവും മരണം വരെ അദ്ദേഹം കൈവിട്ടില്ല. ഈ കഥയിലെ മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രമാണ് എൽസ ഹാരിസ്. എൽസ ഹാരിസ് ഒരു അടിമയാണ്. എൽസ ഹാരിസിന് ഒരു ചെറിയ മകനുണ്ട്, ഹാരി. ഹാരിയെ അടിമയായി വിൽക്കാൻ പോകുന്നു എന്നറിഞ്ഞ എൽസ ഹാരിസ് രാത്രിയിൽ തന്റെ മകനെ കൊണ്ട് രക്ഷപ്പെടുന്നു. വഴിയിൽ പല ബുദ്ധിമുട്ടുകൾ അവൾ നേരിടേണ്ടി വന്നിട്ടും അവൾ ധൈര്യം കൈവിട്ടില്ല. അവളുടെ മോനെ രക്ഷിക്കാനായി അവൾ മഞ്ഞു മൂടിയ നദി വരെ കടന്നു. അവസാനം അവൾ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി. ഈ കഥാപാത്രം നമ്മളെ ഒരു അമ്മയുടെ സ്നേഹവും ത്യാഗവും ധൈര്യവും ഈ കഥയിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നു. അടിമത്തം കാരണം മനുഷ്യർ അനുഭവിച്ച ദുരിതമാണ് ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതിനോടൊപ്പം സ്നേഹവും സഹാനുഭൂതിയും ക്ഷമയും നമ്മൾ അതിനോടൊപ്പം പഠിക്കുന്നു. ഈ പുസ്തകം വായിച്ചപ്പോൾ നിറത്തിന്റെ പേരിലോ ജന്മത്തിന്റെ പേരിലോ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം എന്ന സന്ദേശമാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു. ഇതിലുള്ളതൊരു കഥാപാത്രമല്ല, നല്ലൊരു മനുഷ്യന് ജീവിക്കാനായിട്ടുള്ളൊരു പാഠം കൂടിയുമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുമല്ലോ. നന്ദി.